ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് മാനവീയം വീതിയിലേക്കാണ്. നൈറ്റ് ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുന്നത്. ഈ മാനവീയം വീതിയിൽ നൈറ്റ് ലൈഫ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് ലൈഫ് എന്താണ്, അവിടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് മാനവീയം വീഥി വരെ എത്താനായിട്ട് ഏകദേശം 35 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോളൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. നൈറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും നമ്മുടെ സേഫ്റ്റിക്കായിട്ട് പെട്രോൾ ആയാലും അതുപോലെ വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്ക് വഴിയിൽ വെച്ചെങ്ങാനും പണി കിട്ടിയാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പോലും പറ്റില്ല. ഇത് പിന്നെ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ കാരക്കുളം ഹോസ്പിറ്റല്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ സവിശേഷതകളെ പറ്റി പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് റൈഡ് അറ്റ് മൈ ഹോം ടൗൺ എന്നായിരുന്നു ആ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ പോകാനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന് കാട്ടാക്കട വഴി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര വഴി പോകാം. നെയ്യാറ്റിൻകര വഴി പോവുകയാണെങ്കിൽ മെയിൻ റോഡാണ്. നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നെയ്യാറ്റിൻകര വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര എത്തി. ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരും ഒക്കെ ആയിട്ട് ഈ റോഡ് ഇപ്പോൾ നല്ല തിരക്കാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് ബാലരാമപുരത്തേക്കാണ്. കൈത്തറി വ്യവസായത്തിനൊക്കെ പേരുകേട്ട സ്ഥലമാണ് ഈ ബാലരാമപുരം. ബാലരാമപുരം സാരീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 2010 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഈ ബാലരാമപുരം സാരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലരാമപുരത്തിനെ പറ്റിയിട്ടൊരു വ്ളോഗ് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള പാലത്തിലൂടെയാണ്. തമ്പാനൂരിലാണ് ട്രിവാൻഡ്രത്തിലെ മെയിൻ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് അറ്റത്തായിട്ട് ഒരു വൈറ്റ് കളർ ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. നമ്മളിനി നേരെ പോകുന്നത് പാളയത്തിലേക്കാണ്. രാത്രിയിൽ ഈ സിഗ്നലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരുപാട് കളർ ലൈറ്റും ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ റിസർവ് ബാങ്കിന് മുന്നിലുള്ള പാലത്തിലൂടെ പാളയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം നേരെ ചെന്ന് അവസാനിക്കുന്നത് പാളയത്താണ്. അങ്ങനെ നമ്മളിപ്പോൾ പാളയത്തിലെത്തി. ഇത് പാളയം ചർച്ചാണ്. ദാ ഈ ഫ്രണ്ടിൽ കാണുന്നില്ലേ, ഇതാണ് LMS ചർച്ച്. ഈ ട്രിവാൻഡ്രത്തിൽ തന്നെ ഒരു ഫേമസ് ചർച്ചാണ് ഈ LMS ചർച്ച്. ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഇതാണ് മ്യൂസിയത്തിന്റെ എൻട്രൻസ്. മാനവീയം വീഥി സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്തെ മ്യൂസിയം റോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പൊ കണ്ടോ, ഇതാണ് മാനവീയം വീഥി. ഇതാ ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാനവീയം വീഥി. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് ഈ മാനവീയം വീഥിയിൽ കയറാന്നാണ് വിചാരിക്കുന്നത്. കഴിക്കാനായിട്ട് ഞങ്ങൾ നേരെ കവടിയാറിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ നിന്ന് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് രാത്രിയായാലും പകലായാലും തിരക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കവടിയാറിലെ തട്ടുകടയിലെത്തി ചൂടോടെ ദോശയൊക്കെ കഴിച്ചിട്ട് മാനവീയം വീഥിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മാനവീയം വീഥിയിലെത്തി. മാനവീയം, മാനവനെ സംബന്ധിച്ച അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച എന്നർത്ഥം വരുന്ന സംസ്കൃത ഭാഷയിൽ നിന്നുമാണ് ഈ മാനവീയം എന്ന പേര് ഇതിന് വരുന്നത്. നമുക്കിനി ഇതിനകത്തേക്ക് പോയി നോക്കാം. ഇവിടെ ഫുള്ളും ക്യാമറയും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. 180 മീറ്ററാണ് ഈ മാനവീയം വീഥിയുടെ നീളം. ഒരുപാട് പെയിന്റിങ്സും അത് വരച്ച ആർട്ടിസ്റ്റുകളുടെ പേരും സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ കൂടിയുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഫാമിലി ആയിട്ടും പിന്നെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പേരൊക്കെ ബുക്സ് ഒക്കെ വെച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു, കപ്പിൾസ് ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നവരുണ്ടായിരുന്നു, പിന്നെ മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഡേറ്റ് അനുസരിച്ച് സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് വിഷ്വൽസ് ഒന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയത്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന തിരക്കൊന്നും റോഡിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒരുപാട് ലേറ്റായാണ് വീട്ടിലെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.